തിരികെ ചർച്ചയിലേക്ക് ശ്രീ ഹാഷിം അരിയിൽ. ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പല രീതിയിലും അത് പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പോളിംഗ് ശതമാന കണക്കുകൾ വരുമ്പോഴും UDF പ്രകടിപ്പിച്ച ആത്മവിശ്വാസം LDF-ന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുതിർന്ന നേതാക്കളടക്കം പറഞ്ഞതാണ് തങ്ങൾ വിജയിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു നേരിയ മാർജിനിലായിരിക്കും എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ പോലും പല മണ്ഡലങ്ങളും കൈവിട്ടു പോകും എന്നുള്ള ഒരു ഭയാശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ രീതിയിലുള്ള വിഭാഗീയത പല ജില്ലകളിലും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഇത്തവണ LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ അവശേഷിക്കുകയല്ലേ? പാർട്ടി പ്രതിരോധത്തിലായി നേതാക്കൾ പോയി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ചില കാലഘട്ടങ്ങളിലെ ഇലപൊഴിച്ചൽ മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. കാലാകാലങ്ങളിൽ അങ്ങനെ പലരും പോയിട്ടുണ്ട്. ആ പോയ സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ ദൃഢതയോടുകൂടെ പുതുനാമ്പുകൾ വന്നു ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകേണ്ടത്, ഒരു നിലക്കും ഭരണ സംവിധാനം ഇവിടെ പ്രതിരോധത്തിനായിട്ടില്ല. ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കാത്ത ഒരു കാലത്ത് നമ്മൾ കടന്നു പോകുന്നത്, അതും 10 വർഷം കഴിഞ്ഞിട്ട്. 2 ടേം കഴിഞ്ഞിട്ട് 3-ാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവിടെ നടന്ന സർവേകളിൽ പോലും ഒരു വിരുദ്ധ തരംഗം ഇല്ല എന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പറഞ്ഞത്. അതുമാത്രമല്ല, ഒട്ടുമിക്ക സർവേകളിലും ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്നതിന് ചോദ്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ശൈലജ ടീച്ചറാണ്. അപ്പം ഇത്തരം ആളുകളുടെ ഒക്കെ പേരുകള് കൂട്ടിയിട്ട് ഓരോ ജനങ്ങൾ പറയുമ്പോൾ ജനഹിതം ഏതാണെന്ന് ബോധ്യപ്പെടാൻ അധികമൊന്നും നോക്കേണ്ടതില്ല. ചോറ് വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് കുറെ അരിയൊന്നും ഞെക്കി നോക്കേണ്ട ആവശ്യമില്ല. നമുക്കത് നാളെ ഇപ്പം ലേബർ റൂമിന്റെ മുന്നിൽ നിൽക്കും പോലെ എല്ലാ കേരളീയനും നിൽക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞെടുത്തുള്ള ആളുകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കുട്ടിയാണോ പെണ്ണോ എന്നുള്ളത് നമുക്ക് നാളെ തിരിച്ചറിയാം. അതിനെക്കുറിച്ചുള്ള വേവലാതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെപ്രാളൊന്നും കാണിക്കാത്തത്. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പന്തൽ കിടക്കണമെന്നുണ്ട്, ബിരിയാണി വെക്കുന്നുണ്ട്, ഒക്കെ വെച്ചോട്ടെ. സാധാരണ ഇത് കഴിഞ്ഞിട്ടാണ് അടിയന്തരത്തിന് പന്തലിടല്. അത് നേരത്തെ ഇട്ടു എന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് കണക്ക് കൂട്ടുന്നുള്ളൂ. പിന്നെ മറ്റൊരു ഐഡിയ അതിന്റെ മുന്നിലുണ്ട്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന 3-ാമനിൽ 1-ാമൻ ഞാനാണെന്ന് വരുത്തി തീർക്കാനും ഇതൊക്കെ ജയിച്ച് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ഒക്കെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളിൽ, ഒന്ന്, ലിഫ്റ്റ് തകരാറായിട്ട് ആളുകളെ കൊണ്ടുപോകാൻ. ലിഫ്റ്റ് ഇല്ലാതല്ല പറയുന്നത്, ചിലപ്പോൾ തകരാറുണ്ടാവും. കാരണം ഇലക്ട്രിക് സംവിധാനങ്ങളാണ്. അതിന് ചില മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങൾ മറ്റൊക്കെ വരുന്നുണ്ടാവും. അതും ഇല്ലാതാക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ബദൽ സംവിധാനത്തോടു കൂടെ അത് കൂടുതൽ ക്രോഡീകരിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു കെട്ടിടം തകർന്നിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു, ഒരു മരണപ്പെട്ടു. അത് ഉപയോഗത്തിലില്ലാത്ത കെട്ടിടമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഉപയോഗത്തിലില്ലാത്ത കെട്ടിടത്തിലേക്ക്, പ്രവേശനമില്ലാത്ത കെട്ടിടത്തിലേക്ക് ഹതഭാഗിയായ ഒരു സഹോദരി പോയിട്ടുണ്ടായിരുന്ന ദുരന്തത്തെയാണ് കേരളത്തിലെ മുഴുവൻ ആരോഗ്യ സംവിധാനവും തകർച്ചയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് ഒരു മാഫിയ സംഘത്തിന്റെ പ്രവർത്തനമാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ തകർച്ചയിലാണെന്ന് വരുത്തി തീർന്നുകൊണ്ട് കോടാനുകോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിദേശ കമ്പനികളുണ്ട് ഹോസ്പിറ്റൽ രംഗത്ത്, മറ്റൊന്നും ഇല്ലാത്ത രൂപത്തിൽ. അതൊന്നും ഞാൻ പേരെടുത്ത് ഓരോ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഞാൻ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ആരോഗ്യ രംഗത്തിന് തന്നെ. ശ്രീ അങ്ങ് പറഞ്ഞ ആരോഗ്യരംഗം ഇത്രയും നല്ലതാണ്. എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് പിന്നെ അമേരിക്കയിൽ പോയിട്ട് ഈ ചികിത്സ ചെയ്യുന്നത്? അതിനൊരു ഉത്തരം പറയാമെങ്കിൽ, സർക്കാർ സംവിധാനം ഇത്രയും നല്ല രീതിയിലാണെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ സഖാക്കളായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാർ എന്തിനാണ് വിദേശത്ത് പോയി ആരോഗ്യ രംഗത്ത് അവരുടെ ചികിത്സ ചെയ്തു വരുന്നത്? അതിന്റെ ഒരു ഉത്തരം പറയാമോ? പറയാലോ. ഒരാൾ സ്ഥിരമായിട്ട് ഒരു ചികിത്സ, ഇപ്പം അയാൾ ഭരണത്തിനേറിയതിന് ശേഷം തുടങ്ങിയ അസുഖമൊന്നുമില്ലല്ലോ ഒരാൾക്ക് ഉണ്ടാകുന്ന വാർദ്ധക്യപരമായിട്ട് മറ്റുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾക്ക് മുന്നേ തുടർന്ന് വരുന്ന ഒരു ചികിത്സയാണ്. ആ ചികിത്സ അവിടെ തന്നെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അമേരിക്കയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി മാത്രമായിരുന്നു, മറ്റ് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോകുന്നില്ല. നിങ്ങളാണല്ലോ പറയുന്നത്, അതായത് ഇവിടുത്തെ ആരോഗ്യരംഗം എല്ലാം ഏറ്റവും ബെസ്റ്റ് ആണ്,
നമ്മളെ നിലവാരം ലോകത്തിന് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ലോകത്തെ ബെസ്റ്റ് ഫെസിലിറ്റി വിട്ടിട്ട് എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ചൈനയിൽ പോലും പോകുന്നില്ല, ചില അതാണ് ഏറ്റവും വലുത്. കാര്യങ്ങൾക്ക് ചൈനയിൽ പോലും പോവാതെ നിങ്ങൾ അമേരിക്കയിൽ മാത്രമാണ് പോകുന്നത്. ഈ ബൂഷ്വ അമേരിക്കയുടെ അടുത്ത് എന്തിനാണ് പോകുന്നതെന്നാണ് എന്റെ ചോദ്യം. പ്രിയ ഹാഷിമർ, ഈ ബൂഷ്വ അമേരിക്കയിൽ എന്തിനാണ്, ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയിൽ എന്തിനാണ് പോകുന്നത്? ചൈനയിൽ പോലും പോവാതെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതാണ് എന്റെ ചോദ്യം. ആ ഒരു സൗകര്യം അദ്ദേഹത്തിന് പിന്നെ ശരീരത്തിന് ആവശ്യമായ ചികിത്സാ സൗകര്യം അവിടെ ലഭ്യമാകുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഇപ്പം ഇവിടെ തന്നെ എന്തെല്ലാം സൗകര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുണ്ട്. അലോപ്പതി സ്വീകരിക്കുന്ന ആളുണ്ട്, ആയുർവേദം സ്വീകരിക്കുന്ന ആളുണ്ട്. ഓരോരുത്തരുടെ മനസ്സിന് തൃപ്തിയുള്ള ചികിത്സാ രീതികൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ആളുകൾ സ്വീകരിക്കാറുണ്ട്. അതിനർത്ഥം ഇവിടെ അതില്ലാത്തത് കൊണ്ട് പോകുന്നു എന്നല്ല. ഇവിടെ എല്ലാ സൗകര്യമുള്ള അത്യാധുനിക സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ, ഞാൻ എന്റെ അനുഭവം പറയാം. അത്യാധുനിക സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ഞാനൊരു ആക്സിഡന്റ് പറ്റി എന്റെ കാല് പൊട്ടിയപ്പം അവിടെ നിന്നുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത് 1 വർഷത്തെ റെസ്റ്റാണ് അയാൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്റെ ശരീരം ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലില് പിന്നെ ഇത് സ്ക്രൂ മറ്റൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ നേരെ വയനാട്ടിൽ വരിക, അവിടെ ഒരു ആദിവാസി വൈദ്യരുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയത് എന്റെ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, എനിക്ക് പണം മുടക്കിയിട്ട് അത് ഇവിടെ ചെയ്ത് 1 വർഷം റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ എനിക്കത് ചെയ്യായിരുന്നു. ഞാൻ നേരെ വണ്ടി പിടിച്ച് എന്റെ കുടുംബത്തോടൊപ്പം ആ സ്ഥലത്ത് പോവുകയും അവിടെ പോയി ചികിത്സ തേടുകയും ചെയ്തു. കൃത്യം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റി. ഇന്നും എനിക്കൊരു കുഴപ്പമില്ലാതെ എന്റെ എല്ല് സുഖമായിട്ട് കൂടി ചേർന്ന് ഞാൻ നടക്കുന്നുണ്ട്. ആധുനിക സൗകര്യമല്ല, എനിക്ക് തൃപ്തിപ്പെട്ടത് ആ ആദിവാസി വൈദ്യന്റെ ഒരു ചികിത്സയാണ്. ഞാൻ അവിടെ പോയിട്ട് എനിക്കത് സൗകര്യമുണ്ട്. അത് നിങ്ങൾക്ക് അത് കേരളത്തിനകത്താണ്. വ്യത്യസ്ത വൈദ്യമുറകൾ പരിശീലിക്കുന്നവരുണ്ടാകാം, അതൊക്കെ സ്വീകരിക്കുന്നവരും ഉണ്ടാകാം. അതുപോലെയല്ലല്ലോ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്തുകൊണ്ട് അങ്ങ് വിദേശ ആശുപത്രികളെ സന്ദർശിക്കുകയും അസുഖം മാറാൻ അവിടെ തന്നെ പല ആവർത്തി പോകുകയും ചെയ്യുന്നത്. എന്നിട്ടാണ് കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണ് എന്ന് വാദിക്കുന്നതും. ഒന്നുകിൽ അത് ചെയ്യാതിരിക്കുക, അല്ലാതെ താൻ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങൾ ആശ്രയിക്കും. നിങ്ങളൊക്കെ ഇവിടെ കിടന്നോളൂ. പലപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രികയും പഞ്ഞിയും ഒക്കെ വയറ്റിലുണ്ടാകും. അത് തെളിയിച്ചു കഴിഞ്ഞാൽ പോലും ഒരു കൃത്യമായ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആശ്വാസ വാക്കോ ഒരു നഷ്ടപരിഹാരമോ പോലും നൽകില്ല. അങ്ങനെയാണല്ലോ എത്ര നാൾ ആ ഹർഷിന മെഡിക്കൽ കോളേജ് പരിസരത്തും മന്ത്രിമന്ദിരങ്ങളിലുമൊക്കെ നിരാഹാര സമരം ഇരുന്നത് എന്നുള്ളത്. താങ്കളിലേക്ക് നോക്കുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ താഴെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ താഴെ കിടക്കുന്ന രോഗികളെ എലികൾ വന്ന് കടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ കേരളത്തിലുള്ളതാണ്. അല്ല, ഇതിലേക്കാൾ അങ്ങനെയാണ് ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണെന്ന് പറയാൻ പാടില്ല. നമ്മൾ നമ്പർ 1 ആണെന്ന് പിന്നെ എങ്ങനെയാണ് പറയാ? നമ്പർ 1 അങ്ങനെ നമ്പർ 1 എന്ന് പിന്നെ എന്തിനാ പറയുന്നത്? കേരളം നമ്പർ 1 ആണെന്ന് പിന്നെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? കേരളം നമ്പർ 1 എന്ന് നിങ്ങൾ സ്വന്തം മുഖ്യമന്ത്രി ഇവിടെ ചികിത്സയ്ക്ക് പോയില്ല. രോഗികൾ കിടന്ന് എലി കടിച്ചിട്ടിരിക്കും. ഒരു പേഷ്യന്റിന് കിടക്കാൻ പോലും സ്പേസ് ഇല്ല. മെഡിക്കൽ കോളേജിൽ ചെല്ലണമെങ്കിൽ നിങ്ങൾ റെക്കമെൻഡേഷൻ ഇല്ലാതെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള തന്നെ ഇരുന്നിട്ട് പറയുകയാണ് നമ്മൾ ഇതാണ്. അത് ശരിയല്ല, അത് ശരിയല്ല. PR വർക്കിന്റെ കാര്യത്തിൽ സൗകര്യങ്ങൾ ഇന്ന് അവിടെ ഉണ്ട്. അതെ, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു ആംബുലൻസ് അവയവവുമായി വന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ മണിക്കൂറുകൾ കാത്തുകെട്ടി കിടക്കുകയും സ്വീകർത്താവ് എത്താത്തതുകൊണ്ട് അനുബന്ധമായി ബന്ധപ്പെട്ട വകുപ്പ് തല മേധാവി എത്താത്തതുകൊണ്ട് അത് മറ്റൊരു ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്വീകർത്താവിലേക്ക് അത് വൃക്ക വയ്ക്കാൻ സാധിക്കാതെ അത് മുടങ്ങിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. നേരത്തെ താങ്കൾ അവയവദാനത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ്.